4 വാഹനമാണ്. അപ്പോൾ BS4 വാഹനം യൂസ് ചെയ്യുന്നവർ എല്ലാവരും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നക്കാരൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. എന്ത് ചെയ്തിട്ടും വാഹനത്തിന് പഴയ മൈലേജ് കിട്ടുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു BS4 വാഹനമാണ്. അപ്പോൾ BS4 വാഹനം യൂസ് ചെയ്യുന്നവർ എല്ലാവരും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. കാരണം പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് മൈലേജ് പഴയതുപോലെ കിട്ടുന്നില്ലെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിന് മൈലേജ് കൂടുതൽ കിട്ടും, അഥവാ നമ്മുടെ ആ പഴയ മൈലേജ് കിട്ടും? ആദ്യം തന്നെ ഞാൻ പറയട്ടെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ വാഹനത്തിൻ്റെ മൈലേജ് കുറയും എന്നുള്ളത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് മൈലേജ് കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നക്കാരൻ E20 ഫ്യൂവൽ തന്നെയാണ്. ഒരു കാരണവശാലും ഇതല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. E20 ഫ്യൂവൽ തന്നെയാണ് ആദ്യത്തെ പ്രശ്നക്കാരൻ. അപ്പം നമ്മളത് മനസ്സിലാക്കണം. കാരണം നമ്മുടെ വാഹനം BS4 ആണെന്നുണ്ടെങ്കിൽ BS4 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന E20 ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ കുറച്ച് കിറ്റും കാര്യങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഇത് അത്രയും ക്ലിയർ ആവുമെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ആദ്യത്തെ കാര്യം, നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കുറവാണെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ട സർവീസ് പ്രോപ്പർ ആണോ എന്നുള്ളത്. അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾ എഞ്ചിൻ ഓയിലിൻ്റെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യം റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇനി ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തോണം. പുറത്ത് കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കൃത്യം എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് തന്നെ യൂസ് ചെയ്യണം. വെറുതെ മേടിച്ച് ഒഴിക്കരുത്. കൃത്യമായിട്ടുള്ള ഗ്രേഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ ഒരു വലിയ ഘടകം തന്നെയാണ് നമ്മുടെ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. എയർ ഫിൽറ്റർ വളരെ കൃത്യമായിട്ടുള്ള സമയത്ത് റീപ്ലേസ് ചെയ്തോളുക. കാരണം ഇപ്പം നമുക്ക് 40,000 കൂടുമ്പോഴാണ് എയർ ഫിൽറ്റർ മാറേണ്ടതെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ മാറ്റി മാറിക്കോ, കുഴപ്പമില്ല. അതായത് ഒരു 30,000 മാറിക്കോ, 80 മാറേണ്ടതാണെന്നുള്ളൊരു 70 മാറിക്കോ, ഒരു കുഴപ്പമില്ല. കൃത്യസമയത്തിൻ്റെ ഒരു അല്പം നേരത്തെ മാറുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പെട്രോൾ വാഹനമാണെന്നുണ്ടെങ്കിൽ, പെട്രോൾ വാഹനത്തിനാണ് പൊതുവേ ഈ ഒരു കംപ്ലൈൻറ്റ് കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്, സ്പാർക്ക് പ്ലഗ് കൃത്യമായിട്ടുള്ള സമയത്ത് റീപ്ലേസ് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് E20 ഫ്യൂവലിലൊക്കെ വരുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ അടിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടൈംലി റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിന് കഴിഞ്ഞ് മുമ്പ് തന്നെ, അതായത് ടൈമിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 40 മാറേണ്ട പ്ലഗ് ആണെങ്കിൽ ഒരു 30-35 ഒക്കെ ആകുമ്പോഴത്തേക്കും റീപ്ലേസ് ചെയ്ത് വിട്ടോണം. ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കണം. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നക്കാരൻ വരുന്നത് പെട്രോൾ ഫിൽറ്റർ. അതായത് പെട്രോൾ ഫിൽറ്റർ കൃത്യസമയത്ത് മാറിക്കോണം. E20 ഫ്യൂവലിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആകാൻ അല്ലെങ്കിൽ ഇത് കട്ടി പിടിച്ചിരിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് വാഹനത്തിന് ഓട്ടം കുറവാണ്. ഇപ്പം പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ്, രാകേഷ് എൻ്റെ വാഹനം ഓടുന്നില്ല, ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാക്കി ഓടുന്ന വാഹനത്തിനെ കഴിഞ്ഞും കൂടുതൽ പ്രശ്നം വരുന്ന ഓടാത്ത വാഹനത്തിലാണ്. ഈ വാഹനത്തിനകത്തുള്ള ഫ്യൂവലൊക്കെ ഇങ്ങനെ ഇരുന്ന് അതൊക്കെ കട്ടി പിടിച്ച് ഫിൽറ്റേഴ്സ് പെട്ടെന്ന് അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ആകാനും കാര്യങ്ങളെല്ലാം പ്രശ്നം വരും. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ബ്ലോക്ക് ആകാനുള്ള ചാൻസ്, വാഹനം മിസ്സിങ് ഉണ്ടാകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ജെർക്കിങ് കൂടാനുള്ള ചാൻസ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പലരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വിടുക. പ്രത്യേകിച്ച് ഇപ്പം ത്രോട്ടിൽ ബോഡിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡിയൊക്കെ കണ്ടവാനും കാർബൺ ഡെപ്പോസിറ്റ് പിടിക്കുന്നു. ഞാൻ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും സ്വന്തമായിട്ട് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടോണം. ഇനി പുറത്ത് കൊടുത്ത് ചെയ്യാനാണെങ്കിൽ അവരോട് മസ്റ്റായിട്ടും നോക്കി മനസ്സിലാക്കാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത പലരും ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ് ജെർക്കിങ്. എഞ്ചിൻ ജെർക്കിങ് വരുന്നുണ്ട്, വാഹനത്തിന് ഒരുപാട് വൈബ്രേഷൻസും പ്രശ്നങ്ങളും കൂടിയിട്ടുണ്ട്, എഞ്ചിൻ ഓവറായിട്ട് RPM കൂടിയിട്ടുണ്ട്. ഞാൻ ചെയ്ത സമയത്ത് എഞ്ചിൻ ഓവറായിട്ട് RPM കൂടിയത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതാണ് പെട്രോളിൻ്റെ ഇഷ്യൂസ്. അതായത് ഞാൻ തുടക്കം പറഞ്ഞൊരു കാര്യമാണ് E20 പ്രശ്നം, E20 ഫ്യൂവലിൻ്റെ പ്രശ്നം. അതായത് E20 ഫ്യൂവൽ ശരിക്കും പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നക്കാരനാണ്. BS4 വാഹനത്തിൻ്റെ, BS6 വാഹനത്തിന് അത്രയും പ്രശ്നമല്ല. കാരണം അത് BS6 വാഹനം ഈ പറയുന്ന E20 ആയിട്ട് കോമ്പറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ BS4ഉം അതിൻ്റെ താഴോട്ടുള്ള വാഹനങ്ങൾക്കെല്ലാം പണിയാണ് വരുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടി. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു BS4 വാഹനമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു 4000 കിലോമീറ്ററോളം ഞാൻ ഡ്രൈവ് ചെയ്ത് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ ഇത്ര നാൾ നോർമൽ പെട്രോൾസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പ്രീമിയം ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രീമിയം ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല രീതിക്ക് ആ പഴയ മൈലേജും ആ ഒരു പഴയ പവറും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുകയാണ്, ഒരു പമ്പോ ഒരു ഫ്യൂവലിൻ്റെ ഇതും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ ചെന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക്
ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ സാധിക്കും. പ്രീമിയം പെട്രോൾ എന്ന് പറയുമ്പോൾ ഒക്ടെയിൻ നമ്പർ കൂടുകയാണ്, ഒക്ടെയിൻ വാല്യൂ കൂടുകയാണ്. ഒക്ടെയിൻ വാല്യൂ കൂടുന്ന സമയത്ത് നോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാകും, കൃത്യമായിട്ടുള്ള ബേണിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് നല്ല ഫ്യൂവൽ കിട്ടുന്നത് അവിടെ പോയി നിങ്ങൾ ഫില്ല് ചെയ്യുക. പ്രീമിയം പെട്രോൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലരെങ്കിലും എന്നോട് ചോദിക്കും ഇത്രയും രൂപ ഇതിന് കൂടുതലാണല്ലോ, അതായത് ഏകദേശം ഒരു 6 രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ട്, ലാഭം കിട്ടത്തില്ലേ 6 രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ ആ പൈസയ്ക്ക് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി പണി ചെയ്ത് കളയുന്നതിന് പകരം നല്ല ഫ്യൂവലിന് ഒരു 6 രൂപ കൂടുതൽ കൊടുത്താലും 10 ലിറ്റർ അടിക്കുമ്പോൾ ഒരു 60 രൂപയാണ് നമുക്ക് അവിടെ കൂടുതൽ വരുന്നതെങ്കിലും ആ ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പൈസ നമുക്ക് സർവീസിൽ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കി എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഇത്രയും നാൾ നിങ്ങളും പരീക്ഷണം നടത്തിയല്ലോ, ഈ വാഹനത്തിന് ഇങ്ങനെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കിയല്ലോ. ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഒരു ഫുൾ ടാങ്ക് പ്രീമിയം പെട്രോൾ ഫില്ല് ചെയ്യുക. ഈ പ്രീമിയം പെട്രോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിൽ ഇപ്പം നിലവിലുള്ള പഴയ ഫ്യൂവൽ ഏതാണോ അത് ഫുള്ള് തീർക്കുക എന്ന് പറഞ്ഞാൽ എൻജിൻ ഓഫ് ആകുന്ന വരെ തീർക്കാൻ ഞാൻ പറയത്തില്ല. ഫ്യൂവലിൻ്റെ ലെവൽ ഒന്നെങ്കിൽ ഈ വരെ ചെല്ലുക. ഇനിയിപ്പോൾ ബ്ലിങ്കിങ് കണ്ടീഷനുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു ഏകദേശം 25 കിലോമീറ്റർ ഓടിയിട്ട് മാത്രം പിന്നീട് ഒരു ഫുൾ ടാങ്ക് പ്രീമിയം പെട്രോൾ ഫില്ല് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ഇട്ടേക്കുക. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ രേഖപ്പെടുത്തുക.